സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂണിറ്റ് വൈസ് ഒരു പ്രൊഡക്റ്റിന് നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് നമ്മൾ റിപ്പോർട്ട്സിൽ വരിക, നമ്മൾ സ്റ്റോക്കിൽ പോയിട്ട് നമുക്കിവിടെ ഐറ്റം യൂണിറ്റ് വൈസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കാണാം കോഫി പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് നമുക്ക് 3 യൂണിറ്റിലാണ് അവൈലബിൾ. ഒന്ന് പീസിലുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ബോക്സ് ഓഫ് 10 ഉണ്ട്, പിന്നെ ഡസൻ 25 എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. അതിൽ നമുക്ക് പീസിൽ അവൈലബിൾ ക്വാണ്ടിറ്റി 4 എണ്ണമാണ്. ബോക്സിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ ഇവിടെ 0 ആണ് ക്വാണ്ടിറ്റി വരുന്നത്, അതുപോലെ തന്നെ ഡസനിൽ നമുക്ക് 0 ആണ് ക്വാണ്ടിറ്റി വരുന്നത്. ഇനി എനിക്ക് 10 പീസ് ബോക്സിൻ്റെ ഇതിൽ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഡസനിൽ ഒരു 10 പീസ് ആക്കണം. സോ നമ്മൾ മാസ്റ്ററിൽ വരും. മാസ്റ്ററിൽ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ വന്നിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സോ ഞാനിപ്പോൾ കോഫി പൗഡർ എന്നുള്ള പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 10 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി യൂണിറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതൊരു യൂണിറ്റിലേക്കാണോ എനിക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ പീസിലാണെങ്കിൽ പീസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ബോക്സും അതുപോലെ തന്നെ ഡസനിലേക്കാണ് എനിക്ക് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആ യൂണിറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് ഐറ്റം കൊടുക്കാം. ഇനി അഗൈൻ എനിക്ക് ഡസനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്തു, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ഇവിടെ 10 കൊടുത്തു, ഡസൻ 25 എന്നുള്ള യൂണിറ്റ് ഇവിടെ സെലക്ട് ചെയ്തു, അതിനുശേഷം ആഡ് ഐറ്റം ചെയ്തു. അതിനുശേഷം ഈ ഒരു ആഡ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റ് ആയി. ഇനി നമ്മൾ അഗൈൻ റിപ്പോർട്ട്സിൽ വന്നിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കുക. അവിടെ ഐറ്റം യൂണിറ്റ് വൈസ് ട്രാക്കിങ്ങിൽ വരുന്നത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം നേരത്തെ 0 ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇവിടെയും 10 ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡസൻ 25 എന്നുള്ളതിലും 10 ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പർച്ചേസിൻ്റെ കേസിൽ വരുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊരു യൂണിറ്റിലാണോ പർച്ചേസ് ചെയ്യേണ്ടത്, ഇപ്പോൾ പീസിലാണെങ്കിൽ പീസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഡസനിലാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ അത് അപ്ഡേറ്റ് ആയിക്കോളും.